Good morning, all. Good morning. Good morning. Good morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് വിദ്യ മാം ആണ്. മാം MA സൈക്കോളജി ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. മാം നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. മാമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാമിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ, താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിദ്യ. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, അതുപോലെ ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. വിംബിളിന്റെ മോർണിംഗ് സർക്കിൾ മിക്കവാറും കാണാൻ ശ്രമിക്കാറുണ്ട്. ഇന്നാണ് അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്കൊരു അവസരം ലഭിച്ചത്. അത് തന്ന സജന മാമിന് വളരെയേറെ സ്നേഹത്തോടെ നന്ദി പറയുകയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അഡോളസെന്റ്, അവരുടെ ചലഞ്ചസും ചോയ്സസും അവരുടെ ഓപ്പർച്യൂണിറ്റിയുമാണ്. കൗമാര കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ളതാണ്. എന്താണ് നമ്മൾ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്? നമുക്കറിയാം, ചെറിയ കാലം തൊട്ടേ നമ്മൾ കേൾക്കാറുള്ളതാണ്, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. ഇന്നത്തെ കുട്ടിയിൽ നിന്നും ഉത്തരവാദിത്തമുള്ള ഒരു പൗരനിലേക്കുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രയാണത്തെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കൗമാര കാലഘട്ടം അത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടമല്ല. വളരെയേറെ ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേർന്ന ഒരു കാലഘട്ടത്തെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. സാമൂഹികമായും മാനസികമായും ശാരീരികമായുമുള്ള മാറ്റങ്ങൾ വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രം അത് നമുക്ക് തണലേകുന്ന ഒരു വൃക്ഷമായി മാറുകയില്ല. നമ്മൾ അതിനെ സ്നേഹത്തോടെ പരിപാലിക്കുകയും നമ്മൾ അതിന് വേണ്ട നല്ല മണ്ണും വളവും എല്ലാം നൽകിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ആ ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും. അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും നൽകിയാൽ മാത്രമേ അവർ നല്ലൊരു പൗരന്മാരായി നമ്മുടെ സമൂഹത്തിനുതരുന്ന നല്ലൊരു തലമുറയായി വളരുകയുള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം നമ്മൾ പറയുന്നത് 10 തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാര കാലഘട്ടം എന്നാണ് അവകാശപ്പെടുന്നത്. ഈ കാലഘട്ടം മാറ്റത്തിന്റെ കാലഘട്ടമാണ്, സന്തോഷത്തിന്റെ കാലഘട്ടമാണ്, ആനന്ദത്തിന്റെ കാലഘട്ടമാണ്, അതുപോലെ തന്നെ ആശയക്കുഴപ്പത്തിന്റെ കാലഘട്ടമാണ്, പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെയും അവസരത്തിന്റെയും കാലഘട്ടമാണ്. അത്രയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ കൗമാര കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അവർക്ക് ചിലപ്പോൾ തന്നെ നേരിടാൻ സാധിക്കണമെന്നില്ല. അതിനുവേണ്ടി അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർ നല്ലൊരു പൗരന്മാരായി, നമുക്ക് വേണ്ടിയ രീതിയിൽ സമൂഹത്തിനുതരുന്ന ഒരു പൗരനായി മാറുകയുള്ളൂ. നമുക്ക് ആ പ്രായം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്ന കാലഘട്ടം കൂടിയാണ് ആ കൗമാര കാലഘട്ടം. നാളെ ആ കുട്ടി എന്തായി തീരണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അവന്റെ ചിന്തകളും അവന്റെ പ്രവൃത്തികളും എല്ലാം തീരുമാനമെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടം. കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രധാന മാറ്റങ്ങൾ എന്താണെന്നാണ് ആദ്യം ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി ഒരു കുട്ടിക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ശാരീരികപരമായ മാറ്റങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലും എല്ലാം കാണാറുള്ളതാണ്, കൗമാര പ്രായത്തിൽ അത്രയും നാൾ നമ്മൾ കൊച്ചു കുട്ടികളെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ വളർച്ച, അവരുടെ അതായത് വെയിറ്റ് ഉണ്ടാകുക, വെയിറ്റ് ഗെയിൻ, അവർക്ക് ഭാരം വർദ്ധിക്കുക, ഉയരം വെക്കുക, അതുപോലെ തന്നെ അവരുടെ ശബ്ദം മാറുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അവരുടെ ശരീരഘടനയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത്. ആൺകുട്ടികൾക്കാണെങ്കിൽ അത്രയും കാലം വളരെ സ്വീറ്റായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു വോയിസ് ആണ്
പെട്ടെന്ന് ഒരു പരുപരുത്ത രീതിയിലേക്ക് വരുന്നത്. അവർക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല പല സമയത്തും. നമുക്കറിയാം, ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ സമയത്താണ് അത്രയും കാലം വളരെ സ്വീറ്റ് വോയിസ് ആയിരുന്നത് ഒരു പരുപരുത്ത രീതിയിലേക്ക് വരുന്നത്. അത് അവന്റെ കോൺഫിഡൻസിനെ വളരെയേറെ ബാധിക്കുന്നു എന്ന കാര്യമാണ്. അവന് പല കാര്യത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവന്റെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ചെയ്യുന്നു. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിലും പല രീതിയിലുള്ള ശരീരഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാകുന്നു. ഈ സമയത്തെല്ലാം നമ്മുടെ കുട്ടികൾ ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രീയമായ അറിവ്, എന്ത് സംഭവിക്കുന്നതെന്നുള്ള ശാസ്ത്രീയമായ അറിവ് അവർക്ക് നൽകുക എന്നുള്ളത് നമ്മളുടെ പേരൻസിന്റെയും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും എല്ലാവരുടെയും ചുമതലയാണ്. രണ്ടാമതായി അവർക്കുണ്ടാകുന്ന വേറൊരു വ്യത്യാസമാണ് അവരുടെ മാനസികമായ വ്യത്യാസം. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാലഘട്ടത്തെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് ആദ്യം വരുന്നത് സംശയമാണ്. അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തന്നെ അവർക്ക് മനസ്സിലാകാത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ കൗമാരക്കാരായ ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരുമാതിരിപ്പെട്ട വീട്ടുകളിലെല്ലാം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പറയും, നീ അഭിപ്രായം പറയാറായിട്ടില്ല, നീ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഈ കുട്ടി തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ കളിക്കുമ്പോൾ പറയും, ഇപ്പോഴും കളിച്ചുകൊണ്ട് നടക്കുകയാണ് നീ, മുതിർന്നു എന്നുള്ള ഒരു ചിന്ത നിനക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവൻ ആശയക്കുഴപ്പത്തിലാവുകയാണ്, ഞാൻ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന്. കൊച്ചുകുട്ടിയുമല്ല, വലിയ കുട്ടിയുമല്ല, അവൻ കടന്നു പോകുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും അവന് വേണ്ട സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്, അല്ലാതെ അവനെ മാറ്റി നിർത്തുകയല്ല. നമ്മൾക്ക് തന്നെ അറിയാം, ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു മാനസിക ബുദ്ധിമുട്ടും ഇല്ലാതെ അവന്റെ ഹോർമോൺ ചേഞ്ചസും അവനുണ്ടാകുന്ന പലതര പ്രശ്നങ്ങളും, ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം. അതുപോലെ തന്നെ വൈകാരികമായ വ്യത്യാസങ്ങൾ അവന് അനുഭവപ്പെടുന്ന കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടം. ഇന്ന് നോക്കുമ്പോൾ സങ്കടമായിരിക്കും, നാളെ നോക്കുമ്പോൾ സന്തോഷമായിരിക്കും. അവന് തന്നെ അറിയില്ല എന്താണ് അതിന് കാരണമെന്ന്. ചിലപ്പോൾ കരയുന്നത് കാണാം, ചിലപ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുന്നത് കാണാം, അടുത്ത നിമിഷത്തിൽ അവൻ ദേഷ്യപ്പെടുന്നത് കാണാം, പൊട്ടിത്തെറിക്കുന്നത് കാണാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ചില സമയത്ത് നമ്മൾ നമ്മുടെ മക്കളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറും, അടുത്ത നിമിഷം നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നു. എന്താണ് കാരണം, നമ്മൾ എന്താണ് ചെയ്തതെന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. പക്ഷേ അത് അവർക്കും കൺഫ്യൂഷന്റെ സ്റ്റേജ് ആണ്, ആശയക്കുഴപ്പത്തിന്റെ കാലഘട്ടമാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഉള്ളിൽ ഇത്രയേറെ ഹോർമോണുകൾ ചേർന്ന് കളിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച്, ഇത് നിന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമല്ല, നിന്റെ ഉള്ളിലെ ഹോർമോൺ വർക്ക് ചെയ്യുന്നതാണ് എന്നും നിനക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട് എന്നും അവനെ പറഞ്ഞു ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു വഴി. അതുപോലെ തന്നെയാണ് സാമൂഹികമായ അവനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതായത് അത്രയും കാലം ആ കുട്ടി, ആ വീടായിരിക്കും അവന്റെ ലോകം. ആ വീട്ടിൽ നിന്നും അവൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. സാമൂഹ്യമായി ഒരു കൗമാരക്കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അത്രയും കാലം നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നടന്ന കുട്ടി പെട്ടെന്ന് ഒരു ദിവസം, വേണ്ട, അമ്മ വരണ്ട അല്ലെങ്കിൽ അച്ഛൻ വരണ്ട, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാമെന്ന് പറയുന്നു. ചിലപ്പോൾ നമുക്ക് തന്നെ വിഷമമുണ്ടാകും. കാരണം നമ്മൾ അത്രയും കാലം നമ്മളുടെ ഒരു കൂട്ടായിട്ട് നമ്മൾ കരുതിയ ഒരു കുട്ടി പെട്ടെന്ന് നമ്മളിൽ നിന്ന് അവന്റെ സുഹൃത്ത് വലയത്തിലേക്ക് കടക്കുകയാണ്. സുഹൃത്ത് എന്ന് പറയുന്നത് ആ കുട്ടിയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ്. നല്ല സൗഹൃദം ഒരു സമ്പത്ത് തന്നെയാണ്. നാളെ നീ എന്താണ് എന്നറിയാൻ ഇന്നത്തെ നിന്റെ സുഹൃത്തിനെ നോക്കിയാൽ മതി എന്ന് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ മാറ്റങ്ങളും വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം. അത് നമ്മൾ വീട്ടിലിരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ പേരൻസ് അത് മനസ്സിലാക്കുക തന്നെ വേണം.
എന്തുകൊണ്ടാണ് അവന് അങ്ങനെ ഒരു ചിന്ത? അവൻ എന്നെ ഇഷ്ടമല്ലേ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണോ? അങ്ങനെയല്ല. അവന്റെ സാമൂഹ്യപരമായ ചുറ്റുപാടും കാഴ്ചപ്പാടുകളും മാറുന്ന കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം. അതുപോലെ തന്നെ അവന്റെ മസ്തിഷ്കം, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ചെറിയ പാർട്ട്, ഒരു ചെറിയ പാർട്ട് മാത്രമേ ആ സമയത്ത് കൗമാര കാലഘട്ടത്തിൽ പൂർണ്ണ വളർച്ച എത്തുകയുള്ളൂ. അതായത് അവന് വൈകാരികമായി കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ പാർട്ട്. അല്ലാതെ അതിന്റെ ഫലം, അല്ലാതെ അതിന്റെ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എന്തൊക്കെ ഭവിഷ്യത്തുകൾ എന്ന് ആലോചിക്കാനുള്ള ഭാഗം അവന്റെ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ആ വളർച്ച അവൻ എത്തുന്നത് ഒരു 20 വയസ്സ് കഴിയുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും മുൻകൂട്ടി എന്താണ് വരുന്നത് എന്ന് അറിയാത്ത തീരുമാനങ്ങളായിരിക്കും. അത് ചിലപ്പോൾ അവനെ അപകടത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം, അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെടുക്കുന്ന തീരുമാനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകി അവന്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ നടക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനി നമുക്കറിയാം, നമ്മളുടെ ചെറുപ്പകാലത്ത് ഒരു മിനിറ്റ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ കുഞ്ഞായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ നമ്മളോട് ഒരാൾ ഉപദേശിക്കാൻ വരുന്നതാണോ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത്? അതോ നമ്മളോടൊന്ന് സ്നേഹത്തോടെ പിടിച്ചു നിർത്തി നമ്മളെ ഒന്ന് കേട്ടവരെയാണോ? അതുപോലെ തന്നെയാണ് ഒരു അധ്യാപകന്റെ പങ്കും. നമ്മൾക്ക് ഉപദേശം തരുന്നതിനേക്കാളും കൂടുതൽ നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ ഒരു ചെറിയ വാക്കുമതി നമ്മുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കെല്ലാം ഓർത്തെടുക്കാവുന്നത് തന്നെയാണ്. എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മലയാളം വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ടിവിയും ന്യൂസും എല്ലാം കാണുന്ന സമയത്ത് ഞാൻ അവരെ പോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. എന്റെ മലയാളം ടീച്ചർ എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്റെ ഈ വാസന കണ്ടുപിടിക്കുകയും ഒരുമാതിരിപ്പെട്ട എല്ലാ നോട്ടുകളും ടീച്ചർ ഇല്ലാത്ത സമയത്ത് എന്നോട് വായിക്കുവാൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഒരു കുട്ടി ചോദിച്ചു, എന്നും എന്തുകൊണ്ടാണ് ടീച്ചർ അവളെ മാത്രം വിളിക്കുന്നത്, ഞങ്ങളെ വിളിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞ മറുപടി, അവൾക്കതിനുള്ള വാസനയുണ്ട്, അവൾക്കൊരു കഴിവുണ്ട്, അവളുടെ ആ കഴിവിൽ അവൾക്ക് വിശ്വാസമുണ്ട്, എനിക്കും വിശ്വാസമുണ്ട്, അവളെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണെന്നാണ്. ഞാൻ മരിക്കുന്നിടം വരെ എന്നും ആ ടീച്ചറിനെ ഓർക്കും. കാരണം എൻ്റെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിച്ച ഒരു വാക്ക് വേറെയില്ല. അതുപോലെ തന്നെ അതേസമയം നമ്മളെ പിടിച്ച് ഉപദേശിക്കുകയും, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് അത്രയും വായിക്കുക, ഞാൻ ഇംഗ്ലീഷിൽ അത്ര കഴിവുള്ള ഒരാളായിരുന്നില്ല. ആ ടീച്ചറിന് വേണമെങ്കിൽ പറയാം, എന്തുകൊണ്ട് നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, നീ എന്താണ് ഇംഗ്ലീഷ് പഠിക്കാത്തത്, അങ്ങനെയുള്ള കുറച്ചുപാട് കാര്യങ്ങൾ, ഉപദേശങ്ങളായിരുന്നു എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ സ്റ്റക്കായോ? കുറച്ചു നേരം സ്റ്റക്കായി. ഓക്കെ, ഇപ്പൊ ശരിയായോ മാം? ഓക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഉപദേശങ്ങളായിരുന്നു എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കറിയാം എനിക്ക് എൻ്റെ വാസന വളർത്തുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഉപദേശങ്ങളല്ല നമ്മൾ ഒരു കൗമാരക്കാരന് കൊടുക്കേണ്ടത്, അവന്റെ കൂടെ ചേർത്ത് നിർത്തുകയാണ്. കൗമാരക്കാർ അനുഭവിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ കാലഘട്ടമാണ്, സന്തോഷത്തിന്റെ കാലഘട്ടമാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും കൗമാര കാലഘട്ടത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പഠനപരമായ സമ്മർദ്ദം. അതായത് മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ എനിക്ക് മാർക്ക് വേണം, ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം, എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നു, അതനുസരിച്ച് അവർക്ക് അതിനോടൊത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകണം എന്നെല്ലാം അവനുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൾക്കുണ്ടായിരിക്കും. പക്ഷെ അവർക്കത് എത്താൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. തൻ്റെ കൂടെയുള്ള കുട്ടികൾ മാർക്ക് മേടിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത്രയും മാർക്ക് കിട്ടുന്നില്ല എന്നോർത്ത് അവൻ വിഷമിക്കുന്നു. അവനത് സാധിക്കുന്നുമില്ല, എന്നാൽ അവന്റെ വിഷമം അവന്റെ ഉള്ളിൽ ഉണ്ട് താനും. അതേസമയം നമ്മൾ അവനെ കൂടെ ചേർത്ത് നിർത്തി മാർക്കല്ല ജീവിതത്തിലെ പ്രധാന കാര്യമെന്നും, മാർക്ക് ജീവിതത്തിലെ ഒരു ഏട് മാത്രമാണെന്നും, ജീവിതമാണ് ഏറ്റവും പ്രധാനമെന്നും നമ്മൾ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കുട്ടിയോട് നമ്മൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, എനിക്ക് പഠിക്കുന്നതിലല്ല, പരീക്ഷ എഴുതുന്നതിലുമല്ല ബുദ്ധിമുട്ട്, എനിക്ക് അതിൻ്റെ
ഞാൻ ജയിക്കുമോ തോക്കുമോ എന്നുള്ള, അതായത് ഞാൻ പരാജയമാണ് എൻ്റെ ഭയമായിട്ട് വരുന്നതെന്ന്. അതായത് നമ്മൾ കാണാറുണ്ട്, ഒരു 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്ന സമയത്തും ഒരു +2വിന്റെ റിസൾട്ട് വരുന്ന സമയത്തും പരീക്ഷ എഴുതുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് വരുന്ന സമയത്താണ് നമ്മൾ വളരെയേറെ സങ്കടപരമായ വാർത്തകൾ ന്യൂസ് പേപ്പറിൽ കാണാറുള്ളത്. ചിലപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ പരാജയപ്പെടുമെന്നുള്ള ഒരു ഭയം അവനെ അല്ലെങ്കിൽ അവളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമല്ലെന്നും, ജീവിതമാണ് ഏറ്റവും അവസരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെന്നും, ഒന്നില്ലെങ്കിൽ അടുത്ത് ഉണ്ട് എന്നും, എന്ത് സാഹചര്യമാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കൗമാര കാലഘട്ടത്തിൽ വരാൻ പോകുന്ന വേറൊരു പ്രശ്നമാണ് ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എഫക്ട്സ്. നമുക്കെല്ലാം അറിയാം, ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നതേ ഡിജിറ്റൽ ലോകത്തിലോട്ടാണ്. അവർക്ക് ഒരു കാര്യം തന്നെ, സ്ക്രോളിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതായത് ഓരോ സ്ക്രോളിലും അവർക്ക് ഡോപ്പമിൻ, അതായത് സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുകയാണ്. ഈ സമയത്ത് അവരെ എന്ത് ചെയ്യുന്നു എന്ന് വരുത്തി കഴിഞ്ഞാൽ, എന്താണ് അവർ നോക്കുന്നതെന്ന് പോലും ചിലപ്പോൾ അവർക്കറിയില്ല. 1 മണിക്കൂറും 2 മണിക്കൂറും ഇരുന്ന് അവർ സ്ക്രോൾ ചെയ്യുന്നു. ഈ സ്ക്രോളിംഗ് വഴി അവർ എന്താണ് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിവുണ്ടാവില്ല. പക്ഷെ അവരിങ്ങനെ ഒരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു സന്തോഷം തോന്നുന്നു, ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ബ്രെയിൻ ബൂട്ട് എന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുകയുമില്ല, എന്നാൽ അവരുടെ നല്ല പ്രൊഡക്റ്റീവായ സമയം വെറുതെ പോവുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് അവരെ ഈ ഒരു ട്രെൻഡിൽ നിന്നും മാറ്റി അവർക്ക് കായികമായും അല്ലെങ്കിൽ ചിത്രരചന, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിരുചി ഉണ്ടാവും, അതിലേക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ വളരെയേറെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയും എല്ലാത്തിനും നല്ല വളരെയേറെ ഗുണങ്ങളുണ്ട്, പഠനത്തിന് സഹായിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു നല്ല കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്വപ്നം മാത്രമാണ് അവിടം വരെ പോയി സഞ്ചരിച്ച് നമുക്ക് ആ കോഴ്സ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമുക്ക് അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ കഴിവനുസരിച്ചും നമ്മുടെ ഇഷ്ടമനുസരിച്ചും എന്തും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വിരൽത്തുമ്പിൽ. അതിന് നമ്മുടെ ഇന്റർനെറ്റും അതുപോലെ ഡിജിറ്റൽ ലോകവും വളരെയേറെ സഹായിക്കുന്നുമുണ്ട്. ഒരാളുടെ കഴിവ് നമുക്കറിയാം, പണ്ട് നമ്മുടെ പേരൻസ് ഒക്കെ ആണെങ്കിൽ പോലും വളരെ കഴിവുള്ളവരുണ്ടായിരിക്കാം. ആ കഴിവുകൾ ഒരു 4 ചുമരിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരുടെ ഒരു കഴിവ് ഒരു അടുക്കളയിൽ നിന്നിട്ടാണെങ്കിൽ പോലും അവർ പാടുന്നത് ഈ ലോകം കാണുന്നു, അവരുടെ കഴിവുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, മുമ്പോട്ട് നയിക്കുന്നു. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ അതിന്റെ സുരക്ഷയോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അതിന്റെ ചതിക്കുഴികളും വളരെയേറെയാണ്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ മക്കൾ ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന്. പല ബന്ധങ്ങളും പല പ്രശ്നങ്ങളും വരുന്നതും നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഓവറായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ്. നമുക്കറിയാം, അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ തന്നെ ഒരു 2 മണി വരെയും 3 മണി വരെയും ഒക്കെ ഇരുന്ന് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് അവർ ഗെയിം കളിക്കുകയാണ്. ഈ കളിച്ച ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയും കൊണ്ടാണ് അവർ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നത്. പലതും ഓർക്കാൻ സാധിക്കുന്നില്ല, എന്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതെന്ന് അവർക്കറിയില്ല. അവർ അവിടെ ഇരുന്നും ക്ലാസ് റൂമിൽ ഇരുന്നും ആലോചിക്കുന്നത് ഈ ഗെയിമിനെ പറ്റി തന്നെയാണ്. അവരെ ഒരു പ്രൊഡക്റ്റീവ് ആക്കുവാൻ വളരെയേറെ കഷ്ടപ്പാടാണ് ഈ ടീച്ചേഴ്സിന് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്കൂളിൽ ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലും ചെലവഴിക്കുന്നതാണ്. ആ കുട്ടികളെ നമ്മൾ നേരായ രീതിയിലേക്ക് നയിക്കുക നമ്മളുടെ ഉത്തരവാദിത്വമാണ്. വളരെയേറെ വിദ്യാഭ്യാസമോ അവൻ പഠിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണമെന്നോ ഒന്നുമില്ല. അവൻ എന്താണ് ചെയ്യുന്നത്, അവനെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം അവനൊരു തോന്നൽ ഉണ്ടായാൽ മതി. വളരെ മാർക്ക് മേടിക്കണമെന്നോ അല്ലെങ്കിൽ നീ ഫുൾ ടൈം പഠിക്കണമെന്നോ, എനിക്ക് നോക്കാൻ, രക്ഷകർത്താവായ എനിക്ക് നോക്കാൻ അതിന് ഫുൾ ടൈം കഴിയണമെന്നോ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നോ ഒന്നുമില്ല. നമ്മൾ മക്കൾ പഠിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങളും മാറുകയും അവരുടെ ഫോക്കസ് പഠിത്തത്തിലോട്ടും നല്ല കാര്യത്തിലോട്ടും മാറുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് തോന്നുന്നത് പിയർ ഗ്രൂപ്പ് പ്രഷർ ഒരു വളരെ വലിയ ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മളുടെ അത്രയും കാലം നമ്മൾക്കറിയാം, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ പേരൻസ് ആണ് അവരുടെ വലിയ ആൾക്കാർ. എന്നാൽ ഈ കൗമാര കാലഘട്ടത്തിൽ അവരുടെ ഹീറോയിനൊക്കെ ആയി മാറാൻ പോകുന്നത് കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ മുമ്പിൽ അവരുടെ വ്യക്തിത്വം തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. താൻ അവരെക്കാളും മുമ്പിൽ നിൽക്കുന്നതാണ്, സ്റ്റാർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരെന്തിനും തയ്യാറാണ്.
കൂട്ടുകാർ ചിലപ്പോൾ പറയും ഒരു കാര്യം, നീ ഇതൊന്ന് ഉപയോഗിച്ചു നോക്കൂ, നീ ഇത്ര പേടിയുള്ള ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ അവന്റെ വ്യക്തിത്വത്തെയാണ് ഹേർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്തു ചെയ്യും? അവരുടെ മുമ്പിൽ സ്റ്റാർ ആകാൻ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അവൻ അത് ഉപയോഗിച്ചു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് അവന്റെ ജീവിതത്തെയും അവന്റെ ഭാവി ജീവിതത്തെ വളരെയേറെ നെഗറ്റീവായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനം വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടി ആരെയെല്ലാം കാണുന്നു, അവരുടെ കൂട്ടുകാരാരാണ്, അവരാരെയൊക്കെ എന്തൊക്കെ വിളിക്കുന്നു എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരറിയാതെ തന്നെ നമ്മൾ അവരെ വാച്ച് ചെയ്യേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അവർ ചിലപ്പോൾ ചോദിച്ചിരിക്കാം, എന്താണ് അമ്മയ്ക്കും അച്ഛനും എന്നെ വിശ്വാസമില്ലേ എന്ന്. പക്ഷെ അവരല്ല ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. കൂടുതലും അവരുടെ ഹോർമോണും അവരുടെ പാകതയെത്താത്ത മനസ്സുമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്നുണ്ടാകുന്ന അന്തരീക്ഷം. അതായത് ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ അച്ഛനും അമ്മയും മാതാപിതാക്കളും ജോലി ചെയ്യുന്നതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്നത്തെ ഒരു കുടുംബം ചെലവഴി മുമ്പോട്ട് പോകണമെങ്കിൽ പേരൻസ് രണ്ടുപേരും, മാതാപിതാക്കൾ രണ്ടുപേരും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു കുടുംബം നന്നായിട്ട് പോകുകയുള്ളൂ. എന്നാൽ ഈ സമയം നമുക്ക് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റാതെയാവുന്നു. കുട്ടികൾ അവരുടെ ലോകമായ ഡിജിറ്റൽ വേൾഡിലോട്ടും അല്ലെങ്കിൽ അവരുടെ നല്ലതല്ലാത്ത സൗഹൃദങ്ങളിലേക്കും തിരിയുന്നു. അത് നമ്മൾ ഈ ജോലി ചെയ്ത് അവരെ മുമ്പോട്ടുള്ള നല്ല രീതിയിൽ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് തന്നെ അത് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഒരു എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 20-40 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യണം ഡെയിലി. നോ ഡിജിറ്റൽ വേൾഡ്. അതായത് തങ്ങളുടെ കയ്യിലുള്ള ഫോൺ മാറ്റി വെച്ചിട്ട് അവര് പറയുന്നത് കേൾക്കുകയും അവരുടെ എന്താണ് പ്രശ്നങ്ങളെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ചെന്നിട്ട് മോനെ മോളെ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചാലൊന്നും അവർ ഒരിക്കലും ഓപ്പൺ അപ്പ് ആവില്ല. അങ്ങനത്തെ കുട്ടികളാണ് ഇന്നത്തെ കുട്ടികൾ. ഈ 2010 ശേഷമുള്ള ഇപ്പോഴത്തെ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് 2010 ശേഷമുള്ള കാലഘട്ടമാണ്. അതിനെ ജെൻ ആൽഫ എന്നാണ് വിളിക്കുന്നത്. അവർ ഒരിക്കലും നമ്മൾ ചോദിച്ച ഉടനെ മനസ്സ് തുറക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കരുതുകയേ വേണ്ട. നമ്മൾ അവരോട് പല രീതിയിൽ സംസാരിച്ചും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവരുടെ മനസ്സ് തുറക്കുകയുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ തന്നെ അതിന് എഫേർട്ട് എടുത്ത് പല ദിവസം നമ്മൾ അവരുടെ കൂടെ ചേർന്നിരുന്ന് എന്താണ് അവരോട് സംസാരിച്ച് പതുക്കെ പതുക്കെ അവർ നമ്മളോട് അടുക്കുകയോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമയം, നമ്മൾ പൈസയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാവി ജീവിതത്തെ കരുതി കുറെ അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അത് വേണ്ട എന്നല്ല, അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം സമയമാണ്. നമ്മുടെ വിലപ്പെട്ട സമയം തന്നെയാണ്. നമ്മൾ അവരോട് കൂടി ചേർന്നിരുന്ന് എന്താണ് മോളെ നിന്റെ പ്രശ്നം, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാതെ തന്നെ അവർക്ക് തോന്നണം. നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന്. ഞാൻ പേരന്റാണ്, ഞാൻ അവർക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഞാനൊരു പേരന്റാണ്, ഞാൻ ജീവിതത്തിൽ മുഴുവനും അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. പക്ഷേ ആ തോന്നൽ അവർക്ക് തോന്നുകയും കൂടി വേണം. നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മാത്രം പോരാ ഞാൻ അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് എന്ന്. നമ്മുടെ മനസ്സിൽ സ്നേഹം, ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മുടെ പൈസ ആയിരിക്കുകയല്ല വേണ്ടത്, നമ്മുടെ കുറച്ച് വിലപ്പെട്ട സമയമാണ്. നമ്മളെ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ പല കുട്ടികളും, നമുക്കറിയാം, നമ്മൾ പത്രത്തിൽ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് ഇവരുടെ അച്ഛനും അമ്മയോടും ഒന്ന് സംസാരിച്ചുകൂടാ, അല്ലെങ്കിൽ ഇവരുടെ അച്ഛനെയും അമ്മയും എന്ന് കേട്ടില്ലായിരുന്നോ എന്ന് വിചാരിക്കാറുണ്ട്. എല്ലാ കേസുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. എന്നാലും ഒരു സാഹചര്യം വരെ നമുക്ക് അവരോട് ഇടപഴകി അവരോട് സമയം സ്പെൻഡ് ചെയ്താൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവരുടേത് സൊല്യൂഷൻ കണ്ടെത്തുവാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. അത്രയേറെ കപ്പാസിറ്റി ഉള്ളവരാണ് മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരും. അത് നമ്മുടെ കടമ കൂടിയാണ്. അതുപോലെ തന്നെയാണ് വൈകാരികമായി ഇമോഷണൽ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണ്. ചിലപ്പോൾ അവർ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം, ചിലപ്പോൾ സങ്കടപ്പെടുന്നത് കാണാം. എന്താണ് എന്റെ പ്രശ്നം? ഒരിക്കലും ഒരു അധ്യാപകനോട് ഒരു കുട്ടി ചോദിച്ചു, സാറേ, എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ തോന്നാറില്ല. എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് പഠിക്കാനോ എനിക്ക് സന്തോഷിക്കാൻ തോന്നാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഒരു കുട്ടി ഒരു അധ്യാപകനോട് ചോദിച്ചു.
ആ അധ്യാപകൻ പറഞ്ഞ മറുപടി, നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തതെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇതൊരു ചെറിയ ഒരു ഉത്തരമാണെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസികമായ ആരോഗ്യത്തിന് നമ്മൾ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടാണെങ്കിൽ നമ്മൾ പറയുമായിരുന്നു, അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തിന്റെ കുറവാണ്, നല്ല അടി കിട്ടാത്തതിന്റെ അഹങ്കാരമാണ് എന്ന് പറയുമായിരുന്നു. നമുക്കും അറിയാം, നമ്മളും വളർന്നതാണ്, നമുക്കിതൊന്നും തോന്നിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത്, നിനക്കെല്ലാം കിട്ടിയതിന്റെ കുഴപ്പമാണ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അവന്റെ ഉള്ളിലെ ഹോർമോണുകൾ വർക്ക് ചെയ്യുന്ന സമയമാണ്. നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നീ ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്, നീ ഒരു തെറ്റായ കുട്ടിയല്ല എന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കുക നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് നമ്മുടെ കുട്ടികളെ വാച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഒരു ചെറിയ ചേഞ്ച് പോലും നമുക്കറിയുന്നിടത്തോളം വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവനൊന്ന് മാറിയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വിഷമങ്ങൾ, അവൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴോ നമ്മൾ അവനോട് കൂടി ചേർന്നിട്ട് എന്താണ് കാര്യം, എന്താണ് പ്രശ്നമെന്ന് അവനോട് ചോദിച്ചു മനസ്സിലാക്കുക നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ചില സമയത്ത് നമുക്ക് അവനൊരു കൗൺസിലിംഗ് നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കാത്തതാണ് എങ്കിൽ ഇന്നത്തെ കാലത്തെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരു കൗൺസിലറിന്റെ അടുക്കൽ കൊണ്ടുപോവുകയും അവനെ സംസാരിപ്പിക്കുകയും, അതൊരു കൗൺസിലിങ്ങിന് പോകുന്നത് തെറ്റാണ് എന്ന് കരുതുന്ന ഒരു ലോകത്തിൽ നിന്നും വളരെയേറെ നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നു. മാനസികാരോഗ്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഒരു ശാരീരികമായ അസുഖങ്ങൾ വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും അസുഖങ്ങൾ വരും, അത് പരിചരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഫെസിലിറ്റികൾ എന്താണ് എന്ന് പറഞ്ഞാൽ ആ അവസരങ്ങൾ ആ കുട്ടിക്ക് ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും കടമ തന്നെയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കൗമാരപ്രായത്തിൽ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല, പ്രണയവും അതിന്റെ നൈരാശ്യവും. പ്രണയം തോന്നാത്തവരായി ആരുമില്ല ആ കാലഘട്ടത്തിൽ. തോന്നിയില്ല എങ്കിലാണ് അതിനെന്തെങ്കിലും പ്രശ്നമെന്ന് നമ്മൾ പറയാറുള്ളത്. കാരണം നമ്മുടെ അമേരിക്കയിലൊക്കെ അറിയാം, കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ഡേറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കണം, ഉണ്ടായില്ലെങ്കിൽ അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. നമ്മളാണ് ഇവിടെ കുറച്ചും കൂടി നമ്മുടെ സോഷ്യലും അല്ലെങ്കിൽ മോറൽ രീതിയിലും കുറച്ചും കൂടി നമ്മൾ അതിന് സപ്പോർട്ടീവ് അല്ലാതെ നിൽക്കുന്നത്. എന്നാലും ഒരു കുട്ടിക്ക് പ്രണയവും അതുപോലെയുള്ള ചിന്തകളും ഏറ്റവും കൂടുതൽ തോന്നുന്ന കാലഘട്ടം തന്നെയാണ് കൗമാര കാലഘട്ടം. അപ്പോൾ നമ്മൾ അവനോട് പറയേണ്ടത്, നിന്റെ ഭാവിയും നിന്റെ വിദ്യാഭ്യാസത്തിനുമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടം ഈ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നീ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് അവനോട് പറഞ്ഞു മനസ്സിലാക്കുകയും, അത് വളരെ സ്ട്രോങ് ആയ ഒരു ഹെൽത്തിയായ കാര്യമാണ് എങ്കിൽ പിന്നീട് നിനക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ നിന്റെ ഭാവി കുറച്ചും കൂടി സുരക്ഷിതമായതിനു ശേഷം നമുക്കതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെ ഓർക്കുന്നില്ല, നിനക്ക് നിന്റെ ചിന്തയാണ്, അങ്ങനെ പറഞ്ഞ് അവനെ മാറ്റി നിർത്തുകയല്ല. അവന്റെ ബുദ്ധിമുട്ടുകൾ അവനെ മനസ്സിലാക്കുകയും നമ്മൾ അതിന് എഫേർട്ട് ഇടുകയും അവന്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടതാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഏറ്റവും കൂടുതൽ ഒരു കുട്ടി അടിമപ്പെടാൻ പോകുന്ന കാലഘട്ടം കൗമാര കാലഘട്ടത്തിലെ ലഹരിയാണ്. അതായത് അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ലഹരി മാഫിയകളാണ്. ചിലപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, ഇന്നൊന്ന് ഉപയോഗിച്ചാൽ മതി, നല്ല സുഖമാണ്, പിന്നെ നീ ഉപയോഗിക്കേണ്ട എന്ന് അവരെയും പറഞ്ഞു മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ കണ്ടെത്തുന്നതാണ് അവനൊരു മാഫിയയുടെ, അതായത് ഒരു വലിയൊരു മാഫിയയുടെ അകത്തോട്ടാണ് പെട്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്ന പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് വീട്ടിലുള്ളവർക്ക്, അതായത് ഈ കാലഘട്ടത്തിൽ അവൻ പറയുന്നത്, അച്ഛനോടും അമ്മയോടും അവൻ എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ അവൻ മറുപടി പറയില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയാണ് എന്ന് പറയുന്നു, പക്ഷെ നമ്മുടെ സ്കൂളിൽ എത്താറില്ല. കുറച്ച് ദിവസം ആബ്സെന്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പറയുന്നു അവൻ രാവിലെ ഇറങ്ങുന്നുണ്ട് സ്കൂളിലേക്ക്. അച്ഛനും അമ്മയും വളരെ ബുദ്ധിമുട്ടി ഭക്ഷണവും എല്ലാം കൊടുത്തു വിട്ട് അവളെ ഒരുക്കി വിടുകയാണ്. പക്ഷെ അവൻ നേരെ പോകുന്നത്, അവനെ സ്വാധീനിക്കുന്നത് ഈ ചേട്ടന്മാർ, അതായത് അവരെക്കാളും മുതിർന്ന ഏജിലുള്ള ആൾക്കാർ. ചേട്ടന്മാരെന്ന് പറയുന്ന ജോലിയില്ലാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ചേട്ടന്മാരുണ്ടാവും. അവരാണ് ഇവനെ കൂടുതലും ഈ കെണിയിലേക്ക്, ചേട്ടൻ വിളിച്ചു ഞാൻ പോയി എന്നാണ് അവൻ പറയുക.
അപ്പോൾ നമ്മളെ ഈ ലഹരി കൊണ്ടുള്ള അപകടങ്ങൾ ഇപ്പം വളരെയേറെ ലഹരിക്കെതിരെ പലതരം ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ അവബോധിക്കാറുണ്ട്. എന്നാലും നമ്മൾ മാതാപിതാക്കളും അവരോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളും നല്ല നല്ല നിമിഷങ്ങളുമാണ് നിന്റെ ലഹരി. അത് ഈ ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ള ലഹരിയിൽ അവസാനിപ്പിക്കാൻ ഉള്ളതല്ല എന്ന് അവനെ അല്ലെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, അവനെ പോലെ തന്നെ പ്രാധാന്യം നിർത്തിയെന്നാണ് അവളും. കാരണം ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഒരു പെൺകുട്ടിക്കും നമ്മൾ സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺമക്കളെയാണെങ്കിലും ആൺമക്കളെയാണെങ്കിലും നമ്മൾ അവരുടെ സൗഹൃദങ്ങൾ ഏതാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് എപ്പോഴും നമ്മൾക്ക് ശ്രദ്ധിക്കുക നമ്മളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് നമുക്ക് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇവരെ എങ്ങനെയാണ് ശരിയായ രീതിയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അവരോട് നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നോ പറയുന്നത് കൊണ്ട് ഒരു സൗഹൃദം അവസാനിക്കുകയല്ല, അവന്റെ വ്യക്തിത്വം കുറച്ചും കൂടി തെളിയുകയാണ് എന്ന് നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നിനക്ക് നോ പറയാൻ തോന്നുന്നിടത്ത് നീ നോ പറയുക, നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക. പലപ്പോഴും നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വലയം നഷ്ടപ്പെടുമോ എന്നാണ് പല കുട്ടികളുടെയും ചിന്ത. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് നോ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാത്രമല്ല, അത് കേൾക്കുന്ന അവന്റെ ജീവിതത്തിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഈ തീരുമാനം ഞാൻ എടുക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അത് എൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കുന്നതാണോ, ഇത് ശരിയാണോ എന്നുള്ള 3 ചോദ്യങ്ങൾ അവനവനോട് തന്നെ ചോദിക്കാൻ നമ്മൾ കുട്ടികളോട് പറയുക. വളരെ സിമ്പിളായ കാര്യമാണ്. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ, ഇതെനിക്ക് ഗുണമായി ഭവിക്കുമോ, ഇതിൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവനൊരു ഡിസിഷൻ അതിലെന്തെങ്കിലും തെറ്റായിട്ട് അവന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ സഹായം തേടുക എന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ടൈം ഓറിയന്റഡ് ആയിട്ട് ഒരു കുട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതായത് എല്ലാം ജീവിതത്തിൽ സൗഹൃദങ്ങൾ വേണം, സോഷ്യൽ മീഡിയ വേണം, ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. എന്നാൽ ആ കുട്ടിയെ ഒരു ടൈം ഷെഡ്യൂൾ രീതി, അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയാണ് നിനക്ക് ഇതിന് അനുവദിച്ചിരിക്കുന്നത്, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നീ ഇന്നത് ചെയ്യേണ്ടതാണ് എന്ന് ആ കുട്ടിയെ പറഞ്ഞ് കുറച്ചും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും 24 മണിക്കൂറാണെന്നും ഈ ലോകത്ത് നേടിയവനും നേടാത്തവനും എല്ലാം 24 മണിക്കൂറുകളാണെന്നും ആ സമയം ഏറ്റവും കൂടുതൽ വിനിയോഗിക്കേണ്ട പ്രായം ഇതാണ് എന്നും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം പോലെ ഇരിക്കും നാളെ നമ്മുടെ ഭാവി എന്നും അവനെ അല്ലെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് നല്ല ലക്ഷ്യബോധം, ഗോൾ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആ കുട്ടിയെ കൊണ്ടുപോകുക എന്നുള്ളത്. നല്ല ലക്ഷ്യബോധത്തോട് പോകുന്ന കുട്ടി ഒരിക്കലും ഒരു ചീത്തക്കണിയിലേക്ക് വരികയില്ല. ഞാൻ പഠിക്കാനാണ്, എനിക്ക് ഇന്ന ആളാവണം എന്നുള്ള ഒരു ലക്ഷ്യം, അതുപോലെ അവൻ പരാജയപ്പെടുകയാണ് എങ്കിലും അത് സാരമില്ല, നീ ശ്രമിച്ചല്ലോ, ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം കുട്ടിയോട് പറയുക, നീ ശ്രമിക്കുക. ചിലവരുടെ വിചാരം ശ്രമിച്ച് തോറ്റു കഴിഞ്ഞാൽ അവിടെ എല്ലാം തീർന്നു, അതുകൊണ്ട് ഞാൻ ശ്രമിക്കുകയില്ലേ എന്ന് തീരുമാനിക്കുന്ന പല കുട്ടികളുമുണ്ട്. അങ്ങനെയല്ല, നിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ചവിട്ടുപടി എന്ന് പറയുന്നത് നീ ശ്രമിക്കുക എന്നുള്ളതാണ് എന്ന് അവനെ പറഞ്ഞ്, അല്ലെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറയുന്നത് കൊണ്ട് അവൻ മാറും എന്നല്ലെങ്കിൽ അവൾക്ക് ചേഞ്ച് ഉണ്ടാകുമെന്ന് നമ്മൾ സ്ഥിരമായി വിചാരിക്കുകയേ വേണ്ട. നമ്മളുടെ സ്ഥിരമായ അവൻ ഈ കൗമാര കാലഘട്ടം കഴിയുന്നേരം വരെ ചിലപ്പോൾ നമുക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇന്ന് എന്തുകൊണ്ട് അവനത് വീണ്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഹോർമോണ് വർക്ക് ചെയ്യുന്നതും കൂടിയാണ്. അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞ് അവനെ അകറ്റി നിർത്താതെ, കുട്ടിയെ അകറ്റി നിർത്താതെ നമ്മൾ കൂടെ നിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിയായിട്ട് നമ്മൾ അവനെ വളർത്തുകയാണെങ്കിൽ അവൻ വേറൊരു കൂട്ടുകെട്ടിലേക്കും നാളെ പോകുമെന്ന് നമുക്ക് അധികം പ്രതീക്ഷ വേണ്ട. അവൻ അവന്റെ
ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള അവൻ അടുത്ത ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളുടെ കുട്ടികളോട് ചോദിക്കുക, അടുത്ത 5 വർഷത്തേക്ക് നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, നീ എന്താകാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയോട് ചോദിക്കുക. ഇനി ആ പ്ലാൻ അവൻ ആയില്ല എങ്കിലും നീ അതിന് ശ്രമിക്കുന്നു എന്ന് നിനക്ക് തോന്നുക എന്നുള്ളതാണ് വലിയ കാര്യമെന്ന് അവനെ പറഞ്ഞ്, അല്ലെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് വളരെ ഒരു വലിയ കാര്യമാണ്. അത് രക്ഷകർത്താക്കളുടെ കടമ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഗാഡ്ജറ്റിലും കൂടുതൽ ചെലവഴിക്കുന്ന കുട്ടികളോട് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അവനെ പുതിയ കോഴ്സിനോട്ട് ചേർക്കാൻ പറ്റുക, അതിലൂടെയുള്ള ലോകം, പുതിയ ലോകം, അറിവിന്റെ ലോകത്തേക്ക് മൊബൈൽ ഉപയോഗിക്കുക എന്നല്ല, മൊബൈൽ സുരക്ഷിതമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാതെ ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, ഒരു മൊബൈലോ ഡിജിറ്റൽ ലോകമോ അല്ല ആയ ലോകത്ത് നമുക്ക് നീ മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയല്ല. ഇത് നിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ നീ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അത് ബുദ്ധിപൂർവ്വം നീ ഉപയോഗിക്കുക. അതിൽ നിനക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് രക്ഷകർത്താക്കളായ ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു വേണം അവന് മൊബൈൽ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ എന്തെങ്കിലും കൊടുക്കുവാൻ തന്നെ. കാരണം നമുക്കറിയാം, പലതരം മാഫിയയുടെയും, ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞാൽ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ലോകമാണ്. പലതരം ചതിക്കുഴികളും എല്ലാം കടന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് അതിന്റെ ആപത്ത് എന്താണ് എന്നും അതിലെ നല്ല കാര്യങ്ങൾ എന്താണ് എന്നും എന്താണ് അവൻ അതിൽ കൂടി ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്നും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് കൊടുക്കുവാൻ ശ്രമിക്കുക. ഇതിന് എല്ലാം അപ്പുറം നമ്മൾ ചെയ്യേണ്ട കാര്യം, നിനക്ക് കിട്ടുന്ന ഒരു ജോലിയോ നിനക്ക് കിട്ടുന്ന ഒരു പദവിയോ ഒന്നുമല്ല നിന്റെ ജീവിതം, നാളത്തെ ജീവിതം നിർണയിക്കുന്നത് എന്ന്. നീ ഒരു നല്ല വ്യക്തിയായി മാറുക, സമൂഹത്തിന് ഉതിർന്ന ഒരാളായി മാറുക. ഒത്തിരിയേറെ ചാൻസുകൾ, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലോകത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ പ്രാപ്തനാകുന്ന രീതിയിൽ നീ എന്നും തയ്യാറായി നിൽക്കുക എന്നാണ് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ന ജോലി കിട്ടിയില്ലെങ്കിൽ നീ ഒരിക്കലും നിന്റെ ജീവിതം ഫെയിലിയർ ആയി പോകും, അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും എന്നല്ല അവനോട് പറയുക. നീ എന്താണെങ്കിലും നീ ശ്രമിക്കുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമെന്നും നീ ഒരു നല്ല വ്യക്തിയായി മാറുക എന്നുള്ളതാണ് അതിലേറെ വലിയ ഘടകമെന്നും അവനെയും അല്ലെങ്കിൽ ആ കുട്ടിയെയും പറഞ്ഞു മനസ്സിലാക്കുവാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനുമേ പങ്കുള്ളൂ. ആ കുട്ടി കടന്നു പോകുന്ന മാനസികമായും ശാരീരികമായുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും അവന്റെ കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുകയും അവർക്കുണ്ടാകുന്ന അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ തെറ്റുകളിൽ അവരെ കുറ്റപ്പെടുത്താതെ, സാരമില്ല, നമ്മൾക്കും ഇങ്ങനെ സംഭവിക്കും, ഇനി അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നീ അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കുട്ടികൾ ഒരു പരിധിയിൽ വരെ നമുക്ക് നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദി. സജിന മാം. Yes, ma'am. Thank you. സമയമായില്ലേ? ആ കഴിഞ്ഞോ മാം? ഓക്കെ മാം. താങ്ക് യു. അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. അടിപൊളി, നല്ല പോയിന്റ്സ് ആയിരുന്നു, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. സജനെ ഒരു വാക്കേ. വിദ്യ മാം കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് മാം. വിദ്യ ടീച്ചറെ, നല്ല വിഷയം കേട്ടാ, ഇന്ന് എടുക്കാൻ പറ്റിയ സാഹചര്യത്തിന് ചേരുന്ന നല്ല വിഷയം. ഞാനും ഒരു ടീച്ചറാണേ, കൊള്ളാം, ഹയർ സെക്കൻഡറിയില് തന്നെ. സത്യത്തിൽ നമ്മൾ ഈ ക്ലാസ് നമ്മുടെ പേരൻസിനാണ് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്, എന്നാലും കൊള്ളാം. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 19 വയസ്സിന് ശേഷം പഠിക്കാൻ വിട്ടിട്ടാണ്, ഹോസ്റ്റലിലോ മറ്റോ വിട്ട ശേഷമാണ് നമ്മൾ കുട്ടികളെ കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളത് സത്യം തന്നെ. ആ പോയിന്റ്സും കൊള്ളാം കേട്ടാ. നോ പറയാൻ പഠിപ്പിക്കണം, അടിപൊളിയായിരുന്നു അതെല്ലാം. ഭാവിക്ക് ഗുണകരമാകുന്ന 3 ചോദ്യങ്ങൾ, അതും കൊള്ളാം. സമയം വലുതാണ്, പരിശ്രമിക്കാൻ പറയണം, പുതിയ ഓപ്പർച്യൂണിറ്റി അവര് ആ ഫോൺ കളിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കണം.
പിന്നെ അതും കൊള്ളാം, അടിപൊളി. നമ്മുടെ ഫോൺ മാറ്റി വെച്ച് അവരോടൊപ്പം ഇരിക്കുക എന്നുള്ളതും കൊള്ളാം. എല്ലാ പോയിന്റ്സും കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. താങ്ക് യു മാം. സൂപ്പർ താങ്ക് യു. സൂപ്പർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് വിദ്യ ടീച്ചർ. ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അഡോളസെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഏജിൽ കുട്ടികൾക്ക് ഫിസിക്കലി, മെന്റലി, പേഴ്സണലി ഒക്കെ എങ്ങനെ ഡെവലപ്മെന്റ് ആവാം, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ബ്രെയിൻ ബൂട്ടിങ് എന്താണ്, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിരിക്കാൻ താങ്ക് യു. തന്നെ വളരെ സുഖമുണ്ടായിരുന്നു. താങ്ക് യു ടീച്ചർ. ഹലോ വിദ്യ മാം, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഇന്നെടുത്ത ടോപ്പിക് അഡോളസൻസ്, ചലഞ്ചസ്, ചോയ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഈ ടോപ്പിക് മാം അതിന്റെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അഡോളസൻസ് എന്നും അത് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയാണ് ഇത് ഫീൽ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിന്റെ റീസൺസ് എന്താണെന്നും അതിന്റെ സൊല്യൂഷൻ എന്താണെന്നും വളരെ വിശദമായ രീതിയിൽ തന്നെ മാം അത് പ്രസന്റ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മാം അത് കൊണ്ടുപോയി. കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു ഇപ്പോഴും മാം. പേരൻസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു മെസ്സേജാണ് മാം ഈ ഒരു മോർണിംഗ് സെഷനിലൂടെ പേരൻസിന് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. കുട്ടികൾ സോഷ്യൽ മീഡിയയിലോ ആ ഒരു വേൾഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവും അതുപോലെ തന്നെ അവരെ നമ്മൾ നോ പറയാൻ പഠിപ്പിക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്തും അവരുടെ ആ ഒരു അഡോളസൻസ് ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ അവരെ ചേർത്ത് നിർത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാം എല്ലാം വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു പറഞ്ഞ ആ ടോപ്പിക്കിൽ. ഇനിയും പുതിയ ടോപ്പിക്കുമായിട്ട് മാം വരണം. ഫസ്റ്റ് പ്രസന്റേഷൻ എന്ന് പറയത്തേ ഇല്ല, നന്നായിരുന്നു മാം. താങ്ക് യു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. കുട്ടികൾക്ക് താങ്ക് യു ആവശ്യമുള്ള സർ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാലേ നമ്മളുടെ ഫാമിലി, പാരൻസ് എപ്പോഴും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും അവരുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലും കൂടെ ഒന്ന് കയറി പറ്റണം എന്നുള്ളതും കൂടെ ഞാനിതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. ഹലോ, ഫീഡ്ബാക്കിൽ കഴിഞ്ഞോ? അബ്ദുൽ റൌഫ് സർ പറയുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ലൊരു മോർണിംഗ്. ടോപ്പിക്കാണ്, നല്ല സെഷൻ. എല്ലാ പോയിന്റ്സും മാം പറഞ്ഞു കൃത്യമായിട്ട് തന്നെ. ഒരു സജഷൻ ഉള്ളത്, മാമിന്റെ ലാപ്ടോപ്പ് മാം താഴെയാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കണ്ണിന്റെ ലെവലിൽ വെക്കണം. കാരണം ഓക്കെ നമുക്ക് ഓക്കെ മാമിന്റെ കണ്ണ് കാണുന്നില്ല. ഓക്കെ ഓക്കെ എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇതായതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന്. അതായത് രാവിലെ നോക്കിയപ്പോൾ ഓൺ ആകുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനിടെ കുറച്ച് ടെൻഷൻ ആയി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇനി ശ്രദ്ധിക്കാം. താങ്ക് യു സർ. അതെ, മാം നമ്മളെ നോക്കുന്ന പോലെയല്ല, അതെ, താഴേക്ക് നോക്കുന്നതായിട്ടാണ് നമുക്ക് ഓക്കെ മനസ്സിലായത്. ഓക്കെ മനസ്സിലായി. ആ ലാപ്ടോപ്പിന്റെ പൊസിഷന്റെ ഇതാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ താങ്ക് യു സർ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഇനി എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച് വിദ്യ മാം, താങ്ക് യു. ആൻഡ് താങ്ക് യു ഓൾ. ഓക്കെ, Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.